ആരുടെയൊക്കെ നികുതി പണമാണ്? കല്യോട്ടിലെ കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നികുതി പണം, അദ്ദേഹത്തിന്റെ ഭാര്യ ബാലാമണിയുടെ നികുതി പണം, സത്യനാരായണന്റെ നികുതി പണം, ലതയുടെ നികുതി പണം, അവരെങ്ങനെ ഗവൺമെന്റിലേക്ക് കൊടുത്ത നികുതി പണം? ചന്ദനത്തിരി വാങ്ങിയതിന്റെ 12%, എണ്ണ വാങ്ങിയതിന്റെ 12%, വേറൊരെണ്ണ വാങ്ങിയതിന്റെ 5%, എള്ള് വാങ്ങിയതിന്റെ 5%, അവസാനം മകനെ പുതപ്പിച്ച തുണി വാങ്ങുമ്പോ അതിന്റെ നികുതി പണമായി കൊടുത്ത 5% ഉൾപ്പെടെയുള്ള പണം വന്നപ്പോ ആ പണം കൊണ്ട് തന്നെ അവരുടെ മക്കളെ കൊന്ന കേസിലെ പ്രതികളെ പിടിക്കാതിരിക്കാൻ ഗവൺമെന്റിന്റെ പണം കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നത് എന്ത് സംസ്കാരമാണ് സർ? ആരെയാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തരമായ ഏറ്റവും മഹത്തരമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എവർ ഡെഫിനിഷൻ ഫോർ ഡെമോക്രസി. സർ അബ്രഹാം ലിങ്കന്റെ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ ആൻഡ് ബൈ ദ പീപ്പിൾ. സർ ദ വേസ്റ്റ് എവർ ഡെഫിനിഷൻ ഫോർ ഡെമോക്രസി, ഓഫ് ദ ക്രിമിനൽ, ഫോർ ദ ക്രിമിനൽ ആൻഡ് ബൈ ദ ക്രിമിനൽ. ഈ ഗവൺമെന്റ് നിശ്ചയിച്ചതാണ്. ക്രിമിനലുകൾക്ക് വേണ്ടി മാത്രം വാളയാറിലെ കേസിൽ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ 9ഉം 13ഉം വയസ്സായ പെൺകുട്ടികളെ ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ട് ആ കേസ് അന്വേഷിക്കുമ്പോൾ അതിലെ പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഒരു സോളിസിറ്റർ ജനറലുമില്ല, ഒരു അഡ്വക്കേറ്റുമില്ല, സുപ്രീം കോടതിയിൽ നിന്ന് ആരും വന്നില്ല. പ്രതികൾ ഇന്ന് നാട്ടിൽ പാട്ടും പാടി ഇപ്പോഴും നടക്കുക പാലക്കാട്. ഒരാൾ പോലും ഒരു തടവറക്കകത്ത് പോലുമില്ല. മധുവിന്റെ കേസിൽ പ്രോസിക്യൂട്ടർ വെക്കാൻ